ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൈൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റി അറിയില്ലായിരിക്കാം. ഇപ്പോൾ ചിലവർക്ക് അറിയാം, ചിലർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമായിരിക്കാം. ഇതൊരു മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പം ഗെയിമിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിനെ പറ്റി ചാനലായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടിനെ പിടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ഗെയിം ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് ഗെയിമിന് വേണ്ടി ഒരു ലോഞ്ചറിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ലോഞ്ചറിൻ്റെ പേരാണ് ടി ലോഞ്ചർ. അപ്പോൾ ഈ ടി ലോഞ്ചർ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത ശേഷം ടി ലോഞ്ചറിൽ നിന്ന് ഈ ഗെയിം നമുക്ക് ഈ ഒരു ക്വാളിറ്റി റേഞ്ചും അതുപോലെ മെയിൻ ക്രാഫ്റ്റ് എന്ന് അടിച്ച ശേഷം ഇവിടെ നമ്മുടെ ഏത് വേർഷൻ ആണെന്നുള്ളതും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഗെയിമിന് വലിയ സൈസൊന്നുമില്ല, 500 MB താഴെ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എൻ്റർ ഇത് ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ റൺ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടാവും. അപ്പോൾ ഗെയിം സ്റ്റാർട്ടിലോട്ടാവും. ഇപ്പം ഞാൻ നെറ്റ് കണക്ട് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നെറ്റിൻ്റെ ആവശ്യമില്ല, മൾട്ടിപ്ലെയറിന് മാത്രം നെറ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പം മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ നമുക്ക് സർവേഴ്സ് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സെർവർ വേണം. അപ്പോൾ ഞാൻ ഇതുവരെ സെർവർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സെർവർ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ലൈവ് സ്ട്രീം ആരംഭിക്കുന്നതാണ്. ലൈവ് സ്ട്രീം സ്റ്റാർട്ടാവും. ഇതുവരെ സെർവർ ഒന്നും റെഡി ആയിട്ടില്ല എനിക്ക്. അതാണ് ഞാൻ ഗെയിമിൻ്റെ ലൈവ് ഇടാത്തത്. സെർവർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഗെയിം ലൈവ് വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ചാനലാക്കി മാറ്റാം. നമ്മുടെ ചാനൽ ടെക്നോളജിയൊക്കെ മാറ്റി ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്നൊരു ചാനലാക്കി മാറ്റാം. അപ്പോൾ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കണം. ഇത് മാത്രമല്ല, നമുക്ക് ഈ വെറൈറ്റി ടൈപ്പ് ഗെയിംസൊക്കെ ലൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി വരണമെങ്കിൽ നമ്മുടെ ഓരോ ലൈവിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിനനുസരിച്ച് ഓരോ ലെവൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ലെവൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ ഗെയിംസ് നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 500 ലൈക്കാണ് മാക്സിമം ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ 500 ലൈക്ക് എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് ലൈക്കൊക്കെ അടിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അങ്ങ് ഞെക്കി പൊട്ടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഗെയിമിൻ്റെ ഇൻ്റർഫേസിലാണ്. മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ആണ് ഗെയിം. ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗിൾ പ്ലെയർ, മൾട്ടിപ്ലെയർ, മൈൻക്രാഫ്റ്റ് റീൽസ്, അതുപോലെ ഓപ്ഷൻ ക്വിറ്റ് ഗെയിം, അതുപോലെ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ഇവിടെ ഒരു ഗ്ലോബലിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഇതാണ്. ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനായിട്ടുള്ള മൈൻക്രാഫ്റ്റിനകത്തുള്ള നമ്മുടെയൊക്കെ രൂപം ഇതുപോലൊക്കെ ഇരിക്കും ഏകദേശം കേട്ടോ. അപ്പം ഞാനിവിടെ സിംഗിൾ പ്ലെയറാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സിംഗിൾ പ്ലേയേഴ്സിനായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് വേൾഡിൽ നമുക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ഒരു വേൾഡ് എടുത്ത് കളിക്കാൻ സാധിക്കും. ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിനായിട്ടുള്ള ഏതെങ്കിലും ഒരു വേൾഡ് സെർച്ച് ചെയ്ത് നമുക്ക് വേൾഡ് എടുത്ത് കളിക്കാൻ സാധിക്കും. ഇവിടെ ന്യൂ വേൾഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനൊരു വേൾഡ് സെലക്ട് ചെയ്ത് ഓൾറെഡി കളിക്കുന്നതാണ്. അപ്പോൾ ആ വേൾഡിലോട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം പ്ലേ എന്ന് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്ന് ലോഡിങ് ആവും. ഇപ്പോൾ ഏതൊരു ഗെയിമിംഗ് ആയാലും ലോഡിങ് ഉണ്ട്. ലോഡിങ് ഇല്ലാത്തൊരു ഗെയിമിംഗ് ഇല്ല. നിങ്ങൾ എത്ര സ്പെക്കുള്ളൊരു PC ആയിക്കോട്ടെ, എന്തൊരു സംഭവം ഉപയോഗിച്ചാലും ലോഡിങ് ഉണ്ട്. ലോഡിങ് വന്നാലേ ആ ഗെയിം മുന്നോട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഇപ്പോൾ സിംഗിൾ പ്ലെയറിൽ നമുക്ക് വലിയ രീതിയിൽ പേടിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി നമ്മളിപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കുന്ന സമയത്ത് സെർവർ കണക്റ്റഡ് ആയിട്ട് കളിക്കുമ്പം നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്ത് ജീവിക്കേണ്ട കുറേ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ എടുക്കുന്നത് നോർമലി വലിയ കുഴപ്പമില്ലാതെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്ലെയറിൽ ഹാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് സ്പൈഡർ ഉണ്ട്, സൂംബീസ് ഉണ്ട്, അതൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇപ്പം ഞാൻ കളിക്കുന്ന ഇതിനകത്ത് അങ്ങനെയുള്ള അറ്റാക്കിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഞാനൊരു അടുത്തൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ മെറ്റീരിയൽസും, ഇതിനകത്ത് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ മെറ്റീരിയൽസും എൻ്റെ കിട്ടും. ഇപ്പോൾ ഈ ഗെയിം ആദ്യം എൻ്റെ കിട്ടിയപ്പം ഗെയിമിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊക്കെ കളിച്ചപ്പം കുറേയൊക്കെ കൺട്രോൾ എനിക്ക് വശമായിരുന്നു. ഇനിയിപ്പോൾ ഏകദേശം കുറച്ചും കൂടെ കൺട്രോളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഓരോ കീസ് ഉണ്ട്, കീയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയില്ല. ഈ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ
ഇപ്പം ഇതാണ് ലിവറി പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇത് വരും. നമുക്ക് ഈ ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിം ചെറിയൊരു ലാഗിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ് പോകുന്നുണ്ട്, ലാഗ് അടിക്കുന്നുണ്ട്. അതിലാണ് ആ ഗെയിം. ഇതാണ് നമ്മുടെ ഐറ്റങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ലിവറി പോലത്തെ ടൂൾ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇപ്പം നിങ്ങൾ GTA ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒന്നും കൂടി ഈ പ്രസ് ചെയ്താൽ അത് ക്ലോസ് ആവും. പിന്നെ മൗസിൻ്റെ സെൻറ്ററിലുള്ള റോളർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ റോളാവും. നമുക്ക് അപ്പോൾ കയ്യിരിക്കുന്ന ടൂൾസ് ഇങ്ങനെ മാറി മാറി വരും. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സാധനം പ്ലേസ് ചെയ്യാനും, അതുപോലെ റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ ആ പ്ലേസ് ചെയ്ത സാധനത്തെ നശിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റം പ്ലേസ് ചെയ്താൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നശിപ്പിക്കാനും നമുക്ക് സാധിക്കും. നമുക്ക് പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റിന് നമ്മൾ ഇവിടെ ഒരു ടൂൾ എടുത്ത് വെക്കണം. അപ്പം നമ്മുടെ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുളത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഴയ പോലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ ഈ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകാം. ഇപ്പം ഈ ഗെയിമിനകത്ത് ഇത്ര ഒരു ലാഗ്, റെക്കോർഡിങ്ങിൻ്റെ ലാഗാണ്. നമുക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ റെക്കോർഡിങ്ങും ഗെയിമും എല്ലാം കൂടെ നടക്കില്ല. അതാണ് പ്രശ്നം. ഇനി നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റിൽ ഇപ്പോൾ പോകാൻ പറ്റും. FPS കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം പറ്റുന്നത്. അപ്പം ഞാൻ ഓർക്കപ്പുറത്ത് ഈയിലത് പ്രസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗ്ലാസ് ആണ് നിങ്ങൾ കാണുന്ന ഈ ബ്ലോക്സ്. ഒരിക്കലും ഗ്രാഫിക്സ് മൂലം തെളിയായിരിക്കുന്നതൊന്നുമല്ല, അത് ഗ്ലാസ് ആണ്. ഓരോ റോക്സ് ഉണ്ട്. അപ്പോൾ ഓരോ റോക്കിനും ഓരോ പേരാണ്. ഇത് സാധാരണ എന്തോ ഇതിന് പേരുണ്ട്. ഇപ്പോൾ ആ ഒരു റോക്കാണ്, ഇത് ഗ്ലാസ് ആണ്. അതുപോലെ ഓരോ റോക്കിനും പേരുണ്ട്. ഗ്രീൻ റോക്ക്, അങ്ങനെയൊക്കെ ഓരോ റോക്സിനും ഇതിനകത്ത് പേരുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ ലെവലൊക്കെ കളിക്കുമ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് കളിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് കളക്ട് ചെയ്ത് തന്നെ കളിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ലെവൽസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഗെയിമിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഓപ്ഷനിൽ പോകണമെങ്കിൽ ഇതിന് എസ്കേപ്പ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഓപ്ഷൻസിൽ പോകാൻ പറ്റും. ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഗ്രാഫിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈഡ് ആക്കണം, സ്ക്രീൻ ഇച്ചിരി കൂടെ വൈഡ് ആക്കണമെങ്കിൽ ഇതൊന്നും വൈഡാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ അടുത്ത് നിൽക്കണം, അങ്ങനെ അടുത്തായിട്ട് നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു ഇതുണ്ട്, ഹാർഡ് ഡിസൈനൊക്കെ നമുക്ക് ഹാർഡ് ആക്കാം, ഈസാക്കാം, നോർമലാക്കി കഴിഞ്ഞാൽ സീനില്ല. നോർമലി നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നോർമൽ. ലോക്ക് ചെയ്തിടാം, ലോക്ക് ചെയ്യാതിരിക്കാം ഒക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ വീഡിയോ ക്വാളിറ്റിയിൽ വന്നിട്ട് ഗ്രാഫിക്സ് ഞാൻ ഫാസ്റ്റാണ് ഇട്ടേക്കുന്നത്. വെച്ചാൽ ഏറ്റവും ലോയിലുള്ള ഒരു ഗ്രാഫിക്സ് എന്ന് നമുക്ക് പറയാം. സപ്പോർട്ട് ഗ്രാഫിക്സ് ഡിവൈസ് അൺസപ്പോർട്ടഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് സപ്പോർട്ട് ആവില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഫാസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഫാസ്റ്റിൽ ഇട്ടേക്കുന്നതാണ് ഇപ്പം വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റും. FPS നമുക്ക് ഇവിടെ കുറയ്ക്കാനും പറ്റും കേട്ടോ. FPS ഇച്ചിരി നമുക്ക് ഇവിടെ കുറച്ച് 20 FPS ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഗെയിം മാക്സിമം 13 FPS ഇട്ട് തന്നെ ഗെയിം പ്ലേ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഈ കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, ഇതൊന്നും കുറച്ചൊക്കെ ഇങ്ങ് ഇട്ടേക്കാം. അതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഇച്ചിരി കൂടി കിടക്കുവാണെങ്കിൽ എഫക്റ്റ് റിയാക്ഷൻസ് ഒക്കെ വരുമ്പം നമുക്ക് ഇച്ചിരി കൂടെ ലാഗ് അടിക്കാനോ ഇതാവാനോ ഒക്കെ നമുക്ക് തുടങ്ങും. അപ്പം ഒന്നും കൂടെ ലെവലെടുത്ത് ഇങ്ങനെ തന്നെ ഗെയിമിലോട്ട് പോകാം. ഞാൻ ഗെയിം സേവ് ചെയ്ത് ടൈപ്പ്. അപ്പോൾ ഗെയിമിലോട്ട് പോവുക. അപ്പോൾ ഗെയിം ഇപ്പം ഇത്രയും ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഗെയിം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ചെറിയൊരു അല്ലെങ്കിൽ സിംഗിൾ പ്ലെയറിലൊരു ചെറിയൊരു പ്ലേ ഒക്കെ കളിക്കുന്ന വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ടാർഗറ്റ് എല്ലാവരും മറക്കാതിരിക്കുക. 500 ലൈക്ക് മാക്സിമം 500 ലൈക്കിന് മേളിൽ തന്നെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 1K ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക് മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ ബെല്ലൈക്കൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിക്കുക. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ കണ്ടോ സ്മൂത്തായത്, അതുപോലെ ഗെയിം സ്മൂത്താണ്. അപ്പം സോ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ഇതിന് സ്ക്രീൻ റെക്കോർഡർ എടുക്കണം. സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നോക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈവ് സ്ട്രീം നമ്മുടെ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ലൈവ് സ്ട്രീം വരുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ലൈവ് സ്ട്രീം എല്ലാം സെറ്റാവും. അപ്പം നമ്മൾ ലൈവ് സ്ട്രീം പക്കയായിട്ട് സെറ്റ് ചെയ്യും. കാര്യം എനിക്കിപ്പം ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം അത്രത്തോളം വീഡിയോ ഇടണമെന്നാണ് എനിക്കൊരു വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം.